നാളെ ആരാണ് പുറത്താകുക എന്നുള്ള ഒരു വലിയ ചർച്ച നടക്കുകയാണ്. അപ്പോൾ അവിടെ സായി, സിജോ, ജാസ്മിൻ, അപ്സര, നന്ദന അങ്ങനെയൊക്കെ എല്ലാവരും കൂടിയിരുന്നിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം പറയുകയാണ്. അപ്പം സായി ഒഴിച്ച് ബാക്കി എല്ലാവരും അൻസിബ പുറത്തു പോകുമെന്നുള്ള ഒരു വ്യാഖ്യാനത്തിലാണ് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സായി മാത്രം പറയുന്നുണ്ട് അൻസിബ എങ്ങനെ പുറത്തു പോകും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ സായി പറഞ്ഞത് അർജുനും ജാസ്മിനും പുറത്തു പോകാനാണ് സാധ്യത. അപ്പോൾ എല്ലാവരുടെയും കണക്കൂട്ടലുകൾ എല്ലാം തെറ്റിക്കിടക്കുകയാണ്. ഈ പ്രേക്ഷകരുടെ വിലയിരുത്തലും അവരകത്ത് അവർ ധരിച്ചിരിക്കുന്ന കാഴ്ചപ്പാടും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ഏറ്റവും ചിരി വരുന്നത് അപ്സര ആണ് പറയുന്നത് അൻസിബ പോകും അല്ലെങ്കിൽ ശ്രീതു പോകും, അൻസിബ കഴിഞ്ഞാൽ ശ്രീതു പോകും. അങ്ങനെ അൻസിബ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് എന്ന് തനിക്കറിയില്ല എന്നുള്ള രീതിയിലാണ് അപ്സര പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്സരയാണ് പുറത്തേക്ക് ഇപ്പോൾ തൊട്ട് വാതിൽക്കൽ നിൽക്കുന്നത്. ഏത് നിമിഷവും പുറത്താവുന്ന അവസ്ഥയിലാണ്. ഇത് പ്രേക്ഷകർ വിധിച്ച വിധി ഇവർക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. എന്തായാലും ഇതിൻ്റെ അകത്ത് സിജോയും പറയുന്നുണ്ട് അൻസിബ പോകണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം. പക്ഷേ അവർ തമ്മിൽ എന്തോ ഒരു വൈരാഗ്യമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ജാസ്മിനും പറയുന്നത് അൻസിബ പോകണം അല്ലെങ്കിൽ അഭിഷേക് പോകണം എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ അപ്സരയുടെ ആ കോൺഫിഡൻസ്, അതായത് അത് ഭയങ്കരം തന്നെയാണ്. ഒന്നെങ്കിൽ അത് ഭയങ്കര അഹംഭാവത്തോടെ പറയുന്നതായിരിക്കും, അതായത് ഞാൻ മറ്റുള്ളവരെക്കാളും എല്ലാം വളരെ സമർത്ഥയാണ്, ഏറ്റവും മുമ്പിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എപ്പോഴും സ്വയം ചിന്തിച്ച് പെരുപ്പിച്ചെടുത്തതായിരിക്കാം. അല്ലെങ്കിൽ ടോപ്പ് 5 എത്തുമെന്നുള്ള എന്തെങ്കിലും ഒരു സൂചനയോ അല്ലെങ്കിൽ ഒരു ഉറപ്പോ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അപ്സര സ്വന്തം കണ്ണിലെ കരട് മാറ്റാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കണ്ടുപിടിച്ച് അത് തുറന്നു കാട്ടാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇതേപോലത്തെ ഒരു ദുരവസ്ഥയിൽ എത്തിയിരിക്കുന്നത്.